പശ്ചിമേഷ്യയിലെ യുദ്ധം ഇവിടെ ഇന്ത്യയിലെ ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുകയാണ്. പാചകവാതക സിലിണ്ടറുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ ബുക്കിംഗുകളിലുണ്ടായ വർധനവിനെ തുടർന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കർശനമായ 25 ദിവസത്തെ ഇന്റർ ബുക്കിംഗ് നിയമം നടപ്പിലാക്കിയിരിക്കുന്നു. ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ പറ്റുന്നില്ല. എല്ലാവരും രാവിലെ മുതൽ രാത്രി വരെ ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബുക്കിംഗ് നടക്കുന്നില്ല. അതെ, പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണിപ്പോൾ. പാചകവാത സിലിണ്ടറുകളുടെ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഒന്നിലേറെ സിലിണ്ടറുകൾക്ക് ബുക്ക് ചെയ്യാനായി ആളുകൾ ബന്ധപ്പെടുന്നതായി ഗ്യാസ് ഏജൻസികളും പറയുന്നു. പാചകവാത വിതരണം തടസ്സപ്പെടുമെന്നും ആവശ്യത്തിന് ലഭിക്കില്ലെന്നും ഉപഭോക്താക്കൾ ഭയക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. അത് കാരണം അവർ പാനിക് ബുക്കിംഗ് നടത്തുകയാണ്. പാചകവാതക ക്ഷാമം നിലവിലെന്ന് വിതരണക്കാർ അറിയിക്കുന്നുണ്ട്. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പാനിക് ബുക്കിംഗ് ഒഴിവാക്കണമെന്ന് അവരുടെ അഭ്യർത്ഥനയുമുണ്ട്. ആവശ്യമായ LPG സിലിണ്ടറുകൾ തുടർച്ചയായി എത്തുന്നുണ്ട്. വിതരണക്കുറവ് നിലവിലില്ല എന്നും അറിയുന്നുണ്ട്. പക്ഷേ ബുക്കിംഗുകൾ കൂടുതലാണ്. സമയബന്ധിത വിതരണം ഇപ്പോൾ തടസ്സപ്പെടുകയാണ്. പരിമിതമായ ജീവനക്കാരും ഡെലിവറി വാഹനങ്ങളും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനാൽ എല്ലാ ഉപഭോക്താക്കളും ഒരേ സമയം സിലിണ്ടറിൽ എത്തിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. 14.2 കിലോ സിലിണ്ടർ ബുക്കിംഗ് കാലാവധി 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. പാനിക് ബുക്കിംഗ് സിലിണ്ടറുകൾ ശേഖരിക്കുന്നതും അവസാനിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ ബുക്ക് ചെയ്യാൻ 25 ദിവസത്തെ ഇടവേള വേണമെന്നും കേന്ദ്രം നിർദ്ദേശിക്കുന്നു. പരിഭ്രാന്തി പൂണ്ട ഉപഭോക്താക്കളുടെ ബുക്കിംഗിലുണ്ടായ വർധനവ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കർശനമായ 25 ദിവസത്തെ ഇന്റർ ബുക്കിംഗ് നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. 2022 ഊർജ്ജ പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വിതരണ ശൃംഖലയെ സ്ഥിരപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നീക്കം കൂടിയാണ്. പ്രമുഖ ഗ്യാസ് വിതരണ കമ്പനികളായ ഭാരത് ഗ്യാസ്, HPCL, BPCL എന്നിവ ഉപഭോക്താക്കൾക്ക് പ്രത്യേക സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഗ്യാസ് ക്ഷാമമില്ലെന്നും സാധാരണ രീതിയിൽ വിതരണം തുടരുകയാണെന്നും അവർ വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത്. ഇത് വിശ്വസിക്കരുതെന്നും കമ്പനികൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. പുതിയ ചട്ടം നിലവിൽ വന്നതോടെ ബുക്കിംഗ് നിരസിക്കപ്പെട്ടതായി ഉപഭോക്താക്കൾ പരാതിപ്പെടുകയാണ്. 21 ദിവസത്തിന് ശേഷം ബുക്കിംഗ് നടത്താൻ ശ്രമിച്ചപ്പോൾ അതും സാധിക്കുന്നില്ലെന്ന് പരാതികളുണ്ട്. പാചകവാതകം ഉടൻ തീരുമെന്ന ഘട്ടമാണ് നിലവിലുള്ളതെന്നും ഇവർ ആശങ്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉത്തരവാദിത്തമായ സമീപനം കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് സംഭരിക്കുന്നത് വിതരണ സംവിധാനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ലഭ്യതക്കുറവ് വരുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനാൽ ആവശ്യത്തിന് മാത്രം ബുക്കിംഗ് നടത്തുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും വേണമെന്നും അധികൃതർ അറിയിക്കുന്നു. സിലിണ്ടറുകൾ എത്തുന്നത് വൈകുന്ന പക്ഷം ഇതര പാചക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അധികൃതർ ഉപദേശിക്കുന്നുണ്ട്. അതേസമയം ഏകദേശം 25 മുതൽ 30 ദിവസത്തെ LPG സംഭരണശേഷി ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. നിലവിലെ പ്രതിമാസ ആവശ്യം 3 ദശലക്ഷം ടണ്ണാണ്. അതിനാൽ തന്നെ വലിയ ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.